ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വിക്രത്തിനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോഴേക്കും പ്രകാശിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പ്രകാശൻ പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അതേടോ പോകാൻ തന്നെയാ പോണത്, അല്ലാണ്ട് ഇവിടെ നിൽക്കാനൊന്നും പോകുന്നതല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് ശേഷം ആൽവി പറയുന്നുണ്ട്, വിക്രത്തിനോട് അച്ഛനോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി മേലാൽ ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കരുത്, സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആൽബിയും സോണിയും കിരണും കല്യാണിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ശരണ്യ അവരുടെ കൂടെ പോകുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ശരണ്യ അടുത്ത് കല്യാണി പറയുന്നുണ്ട്, ശരണ്യ നീ സൂക്ഷിക്കണം, പ്രകാശ് എന്ന് പറഞ്ഞ ആള് അങ്ങനെ അടങ്ങി നിൽക്കുന്ന ഒരാളല്ല, ഈ ഒരു ദേഷ്യം എങ്ങനെ വേണമെങ്കിലും അയാൾ തീർക്കും എന്ന് പറയാണ്. പിന്നെ നിന്റെ ജീവിതം ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് ശരണ്യ, എത്രയും പെട്ടെന്ന് നിന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് ശരണ്യ അടുത്ത് കല്യാണി പറയുവാണ്. ശരി കല്യാണി ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് യാത്രയാവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയും അതുപോലെ തന്നെ രാഹുലിനെയും അതുപോലെ തന്നെ സരയുനും ഷാരിനെയാണ്. അവർ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിയട്ടോ. അങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ രാഹുലിനെ ബോധമില്ലാത്തത് കൊണ്ട് തന്നെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടിട്ടാണ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ കയറ്റുന്ന ഉടനെ തന്നെ രാഹുലിനെ ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മനോഹർ ഷാരയുടെ സരയുടെ പറയുന്നുണ്ട്, ഇന്നെന്തായാലും ഇവിടെ നിന്ന് പോക്കൊന്നും നടക്കില്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഷാരി പറയുന്നുണ്ട്, അത് എന്തായാലും കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് പറയാണ്. അപ്പം തന്നെ അവിടെ നിന്നൊരു ഭ്രാന്തൻ ഇറങ്ങി വന്നിട്ട് നമ്മുടെ മനോഹരൻ്റെ കൈയും പിടിച്ച് അളിയ എടാ അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹര കൈയൊക്കെ പിടിച്ചിങ്ങനെ കറക്കുവാട്ടോ. അങ്ങനെ അവരെല്ലാവരും ഭയങ്കര അവിടെ തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കിരണും കല്യാണിയും സോണിയും ആൽബിയും കൂടി തിരിച്ച് ആൽബിയുടെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ആൽബിയുടെ വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ നമ്മുടെ അഗസ്നച്ചായൻ ചോദിക്കണ്ട എങ്ങനെയുണ്ടായിരുന്നു സദ്യയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു അങ്കിൾ, അടിപൊളിയായിരുന്നു എന്ന് പറയുമ്പോൾ ആൽബിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും ഉറപ്പുവരുത്തിയിട്ടാണല്ലോ മക്കളെ കഴിച്ചത്, അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിച്ചായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതിനെന്തെന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല, ശരണ്യ തന്നെ എല്ലാം നോക്കി കണ്ടു ചെയ്തു, എല്ലാം വിക്രത്തിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവൾ ഞങ്ങൾക്ക് ഫുഡ് വിളമ്പിയത് എന്ന് പറയുവാണ്. ആ സമയത്ത് അഗസ്നച്ചായൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് നല്ലൊരു തിരിച്ചടി തന്നെയാണ്, പ്രകാശനും അവൻ്റെ മോനും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല തിരിച്ചടി എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതുകൊണ്ട് അയാൾ ഇനിയിപ്പോൾ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട, അയാൾ ആ രാഹുലിനെ പോലെ തന്നെ ഒരു അപകടകാരിയാണ്, അയാൾക്ക് ഇത് താങ്ങാവുന്നതിലപ്പുറമായതുകൊണ്ട് എന്തും ചെയ്യാൻ അയാൾ മടിക്കില്ല എന്ന് പറയാനുണ്ട്, എല്ലാവരും സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആൽബിയുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും ഇരിക്കും, ഞാൻ എല്ലാവർക്കും ചായയും സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാം എന്ന് പറയുമ്പോൾ കല്യാണിയും സോണിയും പറയുന്നുണ്ട്, അമ്മ ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങളും വരാം എന്ന് പറഞ്ഞിട്ട് ആൽബിയുടെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോകുവാട്ടോ. അതിനുശേഷം അങ്ങനെ അടുക്കളയിൽ പോണ മുമ്പ് നമ്മുടെ കിരണിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട് കേട്ടോ. മനോഹർ പറയുന്നുണ്ട്, ഹലോ എന്ന് പറയുന്നുണ്ട്. എന്താടാ, അതെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, ആ രാഹുൽ എന്ന് പറഞ്ഞ ആളെ ഇവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ആദ്യത്തെ ഷോക്ക് ട്രീറ്റ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുവാണ്. നന്നായി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കിരൺ. അതിനുശേഷം എല്ലാവർക്കും പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്, രാഹുൽ എന്ന് പറഞ്ഞ ആളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഷോക്ക് ട്രീറ്റ്മെൻറ്റും തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ അഗസ്നച്ചായൻ പറയുന്നുണ്ട്, ഇതുപോലത്തെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പ്രകാശിനും കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അയാൾക്ക് ഓൾറെഡി മെൻ്റലാകും, അയാൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഓൾറെഡി അയാളൊരു പകുതി മെൻ്റലാണ്, പിന്നെ സ്വന്തം മോൻ കൈവിട്ടു പോയല്ലോ, അവനെ രാജകുമാരനെ പോലെ വളർത്തണമെന്നാണല്ലോ ആഗ്രഹിച്ചത്, ഇപ്പം അവനൊന്നും അല്ലെന്ന് അറിയുമ്പോൾ അയാൾ ഓൾറെഡി മെൻ്റൽ ആയിക്കോളും, അതുകൊണ്ട് അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് കിരൺ പറയുവാണ്. അത് മോൻ പറഞ്ഞത് ശരിയാണ് എന്ന് അഗസ്നച്ചായനും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് തന്നെ ഷാരിയും സരയും മനോഹറൊക്കെ ഇരിക്കുന്നുണ്ട്. രാഹുലിന് ചെറിയ ബോധം വരുവാണ്. രാഹുൽ പതുക്കെ തലയൊക്കെ ഒരു വേദന എടുക്കുന്ന പോലെ, കഴുത്തിനൊക്കെ വല്ലാത്തൊരു വേദന, തൊണ്ടക്കൊക്കെ ഒരു സുഖമില്ല. അങ്ങനെ രാഹുൽ പതുക്കെ എഴുന്നേക്കുവാണ്. ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് ഞാൻ എവിടെയാ എന്ന് ചോദിക്കുകയാണ്. അതെ രാഹുലേട്ടന് ചെറിയൊരു തലകറക്കം, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക രാഹുലേട്ടന് എന്ന് ഷാരി പറയുമ്പോഴേക്കും ഒരു പ്രാന്തൻ അങ്ങോട്ടേക്ക് വരുവാട്ടോ. എടാ ഇത് മെൻ്റൽ ഹോസ്പിറ്റലാടാ, ഞങ്ങൾ ഭ്രാന്താശുപത്രിയിലാണ് നീ കിടക്കുന്നത് എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് രാഹുലിനെ മനസ്സിലാവും ഭ്രാന്താശുപത്രിയാണെന്ന്. ഭ്രാന്താശുപത്രിയോ എന്ന് പറഞ്ഞിട്ട് രാഹുൽ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണിട്ട് മനോഹരൻ്റെ കഴുത്തിനെ കയറി പിടിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം നീയാണ്, നീ ഒറ്റൊരുത്തിനെ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എല്ലാടാ നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരനെ കയറി പിടിക്കുവാണ്. ആ സമയത്ത് സരിയൊക്കെ ഇടപെട്ടിട്ട് മനോഹരൻ്റെ കഴുത്തിന് പിടിവിടുന്നുണ്ട്. രാഹുൽ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക കേട്ടോ. വാതിലും തള്ളി തുറന്ന്
സ്റ്റെപ്പ് ഇറങ്ങി ഓടിപ്പോകുവാണ്. ആ സമയത്ത് മനോഹർ പിടിക്കണം പിടിക്കണം, മെൻ്റൽ രോഗിയാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ മെൻ്റൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എല്ലാവരും കൂടി രാഹുലിനെ കയറി പിടിക്കുവാട്ടോ. ഡോക്ടറും വരുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടറുടെ അടുത്ത് രാഹുൽ പറയുന്നുണ്ട്, ഡോക്ടറെ സത്യമായിട്ടും എനിക്ക് അസുഖങ്ങൾ ഒന്നുമില്ല, ഇവരെല്ലാവരും കൂടി എന്നെ വട്ടനാക്കുക, ഡോക്ടർ എന്നെ വിശ്വസിക്കണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഡോക്ടർ അവിടുത്തെ അവിടുത്തെ സ്റ്റാഫിനോട് പറയേണ്ട ഷോക്ക് ട്രീറ്റ്മെൻറ്റ് റൂമിൽ കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ ഡോക്ടർ രാഹുലിനെ വലിച്ചുകൊണ്ട് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അതിനുശേഷം രാഹുലിനെ നന്നായിട്ട് ഷോക്ക് കൊടുക്കുകയാണ്. അത് 1, 2, 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഷോക്ക് കൊടുക്കുന്നത് രാഹുൽ ശരിക്കും പറഞ്ഞാൽ ഒരു മനോരോഗിയായ ആ അവസ്ഥയിലേക്ക് ആകുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ മുത്തശ്ശിയെടുത്ത് വിക്രത്തോട് പറയുന്നുണ്ട്, ഇല്ല അമ്മേ, എനിക്കിത് സഹിക്കാവുന്നതിലപ്പുറമാണ്, എന്തായാലും ഞാനിത് വെച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നണില്ല, ഇവൻ്റെ വളർച്ച ഇനി എനിക്ക് കാണാൻ പറ്റുമൊന്നുമില്ല, അതുകൊണ്ട് ആ കല്യാണിയുടെ തളർച്ച അതാണ് എനിക്കിനി കാണേണ്ടത്, അവൾ കാരണമാണ് ഇത്ര നാണക്കേട് എനിക്ക് ഉണ്ടായത്, ഈ നാണക്കേട് ഒരിക്കലും ഞാൻ സഹിക്കില്ല, നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്, ഇതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറയാണ്. ഞാൻ എങ്ങനെയാണെങ്കിലും ആരുടെ കാല് പിടിച്ചാണെങ്കിലും കല്യാണിനെയും കിരണിനെയും എല്ലാവരുടെയും തളർച്ച കണ്ടിട്ടേ ഇനി പ്രകാശൻ അടങ്ങൂളൂ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അവിടെ നേരെ പോകുവാട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി വിക്രത്തോട് പറഞ്ഞിടാ, നിന്റെ അച്ഛനെ സുഖമില്ലാത്തതാണ്, നീ പോയി തടയണമെന്ന് പറയുമ്പോൾ എന്തിനാ തടയേണ്ടത്, അച്ഛൻ പോയി അവരെ തോൽപ്പിക്കട്ടെ, അവരെ അങ്ങനെ സുഖിപ്പിച്ച് വിടാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പ്രകാശം നേരെ പോണത് ഷാനിയുടെ സരയുവിൻ്റെ അടുത്തേക്കാണ്. പ്രകാശ് സരയുടെടുത്ത് പറയുന്നുണ്ട്, രാഹുലിൻ്റെ അവസ്ഥ ഞാൻ അറിഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒരു കണക്കിന് ഞാനും നിങ്ങളൊക്കെ ഒറ്റ തുല്യതരാണ്, നമ്മുടെ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് കല്യാണി എന്ന് പറഞ്ഞവൾ കടന്നു വന്നേ പിന്നെ എങ്ങനെയായെന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അതെ അത് പ്രകാശം പറഞ്ഞാൽ ശരിയാ, അവൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, രൂപ ഇവൾക്ക് മര്യാദയ്ക്ക് സ്വത്തുക്കളെല്ലാം എഴുതി വെക്കാൻ നിന്നതാ, അതിന് പകുതി സ്വത്തുക്കൾ ഇപ്പോൾ ആൽബിക്കും സോണിക്കും പോയി, ഇനി ബാക്കി പകുതി കൂടി ഉണ്ട്, അത് ഇവൾക്ക് കിട്ടുമെന്നുള്ള യാതൊരു വിശ്വാസവും ഞങ്ങൾക്കിപ്പം ഇല്ല എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ, ആ കല്യാണി എന്ന് പറഞ്ഞവൾ വളർന്നു വലുതായ പിന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത്, അപമാനിക്കാവുന്നതിൽ അങ്ങേയറ്റം അവൾ അപമാനിച്ചു കഴിഞ്ഞു, ആ സോണിയുടെ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് അവൾക്കും അതുപോലെ തന്നെ അവളെ കെട്ടിയോനും അതുപോലെ തന്നെ കിരണിനും കല്യാണിക്കും എല്ലാവർക്കും സദ്യ വിളമ്പേണ്ട അവസ്ഥ വരെ ഞങ്ങൾക്ക് വന്നു, ഇതങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല, അവരുടെ നാശം അതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണേണ്ടത് എന്ന് പറയുകയാണ്. ആ സമയത്ത് ഷാനി പറഞ്ഞിട്ട്, അത് ശരിയാ പ്രകാശം പറഞ്ഞത്, ആ കിരണും കല്യാണിയും അവർ തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട എന്ന് സരയു പറയാണ്. അതിനുശേഷം സരയു പ്രകാശോട് പറയുന്നുണ്ട്, അല്ല വിക്രത്തിൻ്റെ അച്ഛൻ നല്ലൊരു മെക്കാനിക് അല്ലേ, വിക്രത്തിൻ്റെ അച്ഛന് വിചാരിച്ചാൽ ഈസി ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാം എങ്ങനെ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ, അത് നല്ലൊരു മെക്കാനിക്കായ ആളെ ഞാൻ എല്ലാം പറഞ്ഞു തരണമെന്നുണ്ടോ, കിരണും കല്യാണി സഞ്ചരിക്കുന്ന വാഹനം, അതെ ആ വാഹനം തന്നെ, ആ വാഹനത്തിൽ എന്തിലൊക്കെ ചെയ്തിട്ട് അവർക്ക് അപകടം പറ്റിയിട്ട് അവരെ കൊല്ലാൻ പറ്റത്തില്ലേ എന്ന് പറയുമ്പോൾ പ്രകാശൻ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന രീതിയിൽ ഷാലിനെ സരയനെ നോക്കുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സുഖമില്ലാത്തത് കൊണ്ടിട്ടാട്ടോ ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റാത്ത, ഒട്ടും വയ്യാത്തതുകൊണ്ട് തൊണ്ടക്കും അതുപോലെ ഒട്ടും പനിയൊക്കെ ആയിട്ട് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് അധികം ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റാത്തത്. സൗണ്ട് കുറവാണെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.